STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയ്പമംഗലത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ആടുജീവിതം. MLA സ്ഥലം സന്ദർശിച്ചു. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് 11ാം വാർഡ് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റമദാൻ റിലീഫ് നടത്തി. യുവകലാസാഹിതി കയ്പമംഗലം മേഖലാ സമ്മേളനം മെസ്സൻപുരം പോള ഹാളിൽ നടന്നു. വാർത്തകൾ വിശദമായി. ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും ഉറക്കം നടിക്കുന്ന കയ്പമംഗലത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ആടുജീവിതം. ആട്ടിൻകൂടിനെ പോലും നാണിപ്പിക്കുന്ന തൊഴുത്തിൽ തിങ്ങിത്താമസിക്കുന്നത് 60-ലധികം തൊഴിലാളികൾ. പ്ലാസ്റ്റിക് ഷീറ്റിന്റെ മേൽക്കൂരയുള്ള നിലത്ത് മരപ്പലക പാകിയ ഷെഡിൽ പ്രാഥമിക ആവശ്യങ്ങൾക്ക് സൗകര്യമോ കുടിവെള്ളമോ വൈദ്യുതിയോ ഇല്ല. കോരിക്കുഴി ഗ്രാമലക്ഷ്മി പടിഞ്ഞാറ് മഴ പെയ്താൽ വെള്ളം നിറയുന്ന പാടത്താണ് ഒരു കൂട്ടം മനുഷ്യർ പുഴുക്കൾ സമാനം ദുരിത ജീവിതം പേറുന്നത്. തിരുവനന്തപുരത്തുകാരനും ഗ്രാമലക്ഷ്മിയിൽ താമസക്കാരനുമായ ചന്ദ്രൻ എന്ന കരാറുകാരനാണ് തൊഴിൽ നിയമങ്ങളും കെട്ടിട നിർമ്മാണ ചട്ടങ്ങളും കാറ്റിൽ പറത്തി തൊഴിലാളികളെ താമസിപ്പിച്ചിരിക്കുന്നത്. ഒരു തൊഴിലാളിക്ക് പ്രതിദിനം ലഭിക്കുന്ന കൂലിയിൽ നിന്ന് 200 രൂപ ഭക്ഷണത്തിനും പ്രതിമാസം 2000 രൂപ വാടകയും കരാറുകാരൻ കൈക്കലാക്കുന്നുണ്ട്. ഗുരുതര ചൂഷണം നടത്തി താമസിപ്പിച്ചിരിക്കുന്ന ഷെഡുകളുടെ സെപ്റ്റിക് ടാങ്കുകൾ പൊട്ടി പ്രദേശം മുഴുവൻ മാലിന്യമയമാണ്. പ്രദേശത്തുകാരുടെ കുടിവെള്ളവും മറ്റു ജലസ്രോതസ്സുകളും മലിനപ്പെട്ടു കഴിഞ്ഞിട്ടും പഞ്ചായത്തും ആരോഗ്യവകുപ്പും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. 5ഓളം ഭാഗങ്ങളിലായി നിർമ്മിച്ചിട്ടുള്ള ഷെഡുകളിൽ ചിലത് മോട്ടോർ ഷെഡിലെ വൈദ്യുതിയാണ് അനധികൃതമായി ഉപയോഗിക്കുന്നത്. ജനങ്ങളുടെ പരാതിയെ തുടർന്ന് ഞായറാഴ്ച VS സുനിൽകുമാർ MLAയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. തൊഴിൽ ആരോഗ്യവകുപ്പ് അധികൃതരോട് അടിയന്തിരമായി ക്യാമ്പുകൾ അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകിയതായി MLA അറിയിച്ചു. നിയമവിരുദ്ധമായിട്ടുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ബംഗാളിൽ നിന്നുള്ള ഒരു 60ഓളം വരുന്ന തൊഴിലാളികളെ ഇവിടെ കൊണ്ടുവന്ന ഒരു കോൺട്രാക്ടർ അനധികൃതമായിട്ടുള്ള വൃത്തിഹീനമായിട്ടുള്ള മനുഷ്യർക്ക് താമസിക്കാൻ പറ്റാത്ത ഷെഡുകളിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് പ്രാഥമിക കൃത്യനിർവഹണത്തിന് ആവശ്യമായ സൗകര്യം പോലും ഇല്ല. സത്യം പറഞ്ഞാൽ പട്ടിക്കൂടുകളിൽ കിടക്കുന്ന പോലെയാണ് മനുഷ്യരവിടെ കിടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ഗുരുതരമായിട്ടുള്ള മനുഷ്യാവകാശ ലംഘനമാണ്, തൊഴിൽ നിയമത്തിൻ്റെ ലംഘനമാണ്. ഒരു പീഡിക മുറിയിലാണ് 16ഓളം പേരെ ആളുകൾ താമസിപ്പിച്ചത്. പീഡിക മുറിയുടെ ലൈസൻസ് പഞ്ചായത്ത് കൊടുക്കുന്നത് PDEക്ക് വേണ്ടിയിട്ടാണ്. റെസിഡൻഷ്യൽ പർപ്പസിന് കൊടുക്കുന്ന ലൈസൻസിൽ മാത്രമേ ആളുകളെ താമസിപ്പിക്കാൻ കഴിയുള്ളൂ. കോൺട്രാക്ടർ അവിടെ നല്ല വീട്ടിൽ താമസിക്കുകയും കോൺട്രാക്ടർ ആളുകളുടെ കയ്യിൽ നിന്നും 650 രൂപ ഇത് ഓരോ തൊഴിലാളിയിൽ നിന്ന് വാങ്ങിയതിന് ശേഷം 450 രൂപ തൊഴിലാളി കൊടുക്കുന്നു. ബാക്കി 200 ഓരോ തൊഴിലാളിയിൽ നിന്ന് ഇയാൾ ഡെയിലി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പുറമെ ഈ വൃത്തികെട്ട വളരെ മോശപ്പെട്ട അന്തരീക്ഷത്തിൽ കിടക്കുന്ന ഷെഡിന് പ്രതിമാസം 2000 രൂപ വെച്ച് വേറെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ നാട്ടിലെ ലേബർ നിയമങ്ങളെയും എല്ലാം ലംഘിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഈ കർക്കശമായ നടപടി സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ അവിടെ കക്കൂസ് പൊട്ടിയൊലിച്ചുകൊണ്ടും അതുപോലെ തന്നെ ഈ വൃത്തിഹീനമായ നിലയിലുള്ള അന്തരീക്ഷത്തിലും താമസിക്കുന്നതുകൊണ്ട് ധാരാളം രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ വർഷക്കാലത്ത് ജലജന്യ രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലഘട്ടത്തിൽ ഇത്രയും മോശമായി ഈ ആളുകളെ താമസിപ്പിക്കുമ്പോൾ സമീപവാസികളുടെ കുടിവെള്ളം അത് മലിനമായിക്കൊണ്ടിരിക്കുന്നു. രോഗങ്ങൾ പടരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം ഇവിടുത്തെ ആളുകൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്ന് കണ്ടത്. നേരിൽ കണ്ടപ്പോൾ ഞെട്ടിപ്പിക്കുന്ന രംഗങ്ങളാണ്. അതായത് വെറുതെ ഒരു വെള്ളത്തിൻ്റെ മുകളിൽ പലക അടിച്ച് അതിൻ്റെ മുകളിൽ വെറുതെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിലാണ് ആളുകളെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പാവപ്പെട്ട തൊഴിലാളികൾ, അന്യസംസ്ഥാനത്ത് നിന്ന് തൊഴിലാളികൾക്ക് ഭാഷ പോലും അറിയാത്ത ആളുകളെ വലിയ ചൂഷണമാണ് ഇവിടെ ഈ കോൺട്രാക്ടർ. ചന്ദ്രൻ എന്ന് പറയുന്നൊരു കോൺട്രാക്ടറാണ്. തിരുവനന്തപുരത്ത് നിന്ന് വന്നിവിടെ താമസിക്കുന്ന ആളാണ്. ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും തഹസിൽദാർക്കും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്കും കർക്കശമായ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നാളെ തന്നെ ആവശ്യമായ റിപ്പോർട്ട് വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ ഒരു മോട്ടോർ ഷെഡിന് വേണ്ടിയുള്ള ഷെഡിനോട് ചേർന്ന് ഒരു കെട്ടിടം നിർമ്മിച്ച് അവിടെ ആ മോട്ടോർ ഷെഡിന് കിട്ടിയിരിക്കുന്ന കണക്ഷൻ, കാർഷിക ആവശ്യത്തിനുള്ള കണക്ഷൻ ഈ മുതലാളി, ഈ കോൺട്രാക്ടർ ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ കണക്ഷൻ, ഇലക്ട്രിസിറ്റി കണക്ഷൻ പോലും കിട്ടാത്ത ബിൽഡിങ്ങിൽ അനധികൃതമായി കണക്ഷൻ പോലും എടുത്തുകൊണ്ടാണ് ഈ വെള്ളക്കെട്ടിനിടയിൽ ആളുകളെ താമസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലാണോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലാണ് ഇവിടെ ഈ ഗുരുതരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. CPM നാട്ടിക ഏരിയ സെക്രട്ടറി PM അഹമ്മദ്, ലോക്കൽ സെക്രട്ടറി MC ശശിധരൻ, CPI ലോക്കൽ സെക്രട്ടറി VR ഷൈൻ എന്നിവർ MLAയെ അനുഗമിച്ചു. സമാന രീതിയിൽ കയ്പമംഗലത്ത് പലയിടത്തും എടത്തിരുത്തിയിലും അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സോഷ്യൽ ആക്ഷൻ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. മതിലകം SI MK ഷാജി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രശസ്തനായ, നമ്മുടെ ആരാധ്യനായ നമ്മുടെ ഒരു മുഖ്യമന്ത്രി പറയുന്നുണ്ടായി, നമ്മുടെയൊക്കെ തന്നെ വീടുകൾ, ഏകദേശം കേരളത്തിന്റെ 30% വീടുകളും
എന്തായി മാറിക്കൊണ്ടിരിക്കുന്നു? ബാറുകളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ പ്രിയങ്കരനായ കേരളം ആരാധിക്കുന്ന ഒരു മുഖ്യമന്ത്രി പറയുന്നുണ്ടായി. ഇതും നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. മദ്യമരുന്നും മയക്കുമരുന്നും മാഫിയകൾ സമൂഹത്തിൽ നല്ല രീതിയിൽ ഇടം പിടിച്ചിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഇത് വളരെ കുറവ് ആയിരുന്നെങ്കിൽ ഇക്കാലങ്ങളിൽ അത് വളരെ സജീവമായ രംഗത്ത് നിലനിൽക്കുന്നു എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. എൻ്റെ മുന്നിലിരിക്കുന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, മുൻകാലങ്ങളിൽ ഇത് ഒരു യുവാക്കളെയാണ് ഈ മയക്കുമരുന്ന് മാഫിയകൾ ലക്ഷ്യമിട്ടിരിക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ കൊച്ചു വിദ്യാലയങ്ങളിലേക്കുകൂടി ഈ സംഭവം എത്തിയിരിക്കുന്ന സത്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പോലീസ് ഓപ്പറേഷൻ സുരക്ഷ, ഓപ്പറേഷൻ മൺസൂൺ എന്നൊക്കെ പറഞ്ഞ് പല പദ്ധതികളുമായിട്ട് സ്കൂൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഹാൻസ്, കഞ്ചാവ്, അതുപോലെ തന്നെ മറ്റു ഡ്രഗ്സുകൾ. വികാരി ഫാദർ ഷാജി തെക്കേക്കര അധ്യക്ഷനായി. വാർഡ് മെമ്പർ ടി കെ ചന്ദ്രബാബു, സോഷ്യൽ ആക്ഷൻ പ്രസിഡന്റ് ഇ പി ജെയിംസ്, ജോൺസൺ പുലിക്കോട്ടിൽ, ജോസഫ് കൊമ്പൻ, കെ ഡി ജോബി എന്നിവർ സംസാരിച്ചു. ഭക്ഷണവും രോഗങ്ങളും എന്ന വിഷയത്തിൽ സന്തോഷ് അറക്കൽ ക്ലാസ് നയിച്ചു. മുസ്ലിം ലീഗ് കയ്പമംഗലം പഞ്ചായത്ത് 11-ാം വാർഡ് ശിഹാബ് തങ്ങൾ റിലീഫ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ റമദാൻ റിലീഫ് നടത്തി. സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. മനസ്സും ശരീരവും ഒരേപോലെ വ്രതത്തിലാകുന്ന ഒരു കാലഘട്ടം. പരിശുദ്ധമായ ചിന്തകളും ധന്യമാകുന്ന മഹത്തരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം. ലോകത്തുള്ള എല്ലാ മുസ്ലിം സഹോദരങ്ങളും ഉത്കൃഷ്ടമായ മനസ്സോടെ, ത്യാഗമായ ചിന്തയോടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒക്കെ ഉപേക്ഷിച്ച് ഉപവാസം അനുഷ്ഠിക്കുന്ന കാലഘട്ടം. പകൽ സമയത്ത് എല്ലാ തരത്തിലുമുള്ള ഭക്ഷണം ഉപേക്ഷിച്ച്. റിലീഫ് സെൽ ചെയർമാൻ എം അബ്ദുറഹ്മാൻ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ഇ പി കമറുദ്ദീൻ ശിഹാബ് തങ്ങൾ അനുസ്മരണം നടത്തി. മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലർ ഹാഷിം തങ്ങൾ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടത്തി. എ ബി ഹൈദ്രോസ്, ഹൈന്ദർ അന്താറത്തറ, കെ കെ അഫ്സൽ, കെ എ മുസ്തഫ എന്നിവർ സംസാരിച്ചു. യുവകലാസാഹിതി കയ്പമംഗലം മേഖലാ സമ്മേളനം SN പുരം പോള ഹാളിൽ നടന്നു. കവി ഇ ജിനൻ അധ്യക്ഷത വഹിച്ചു. യുവകലാസാഹിതി സംസ്ഥാന സെക്രട്ടറി EM സതീശൻ ഉദ്ഘാടനം ചെയ്തു. മൺമറഞ്ഞുപോയ ഒട്ടനവധി എഴുത്തുകാരാൽ സമ്പന്നമായ സമ്മേളനമായിരുന്നു. ഇന്നതിൽ ജീവിച്ചിരിക്കുന്ന പ്രധാന കവികളെന്ന് പറയാവുന്ന വൈദ്യ സാറാണ്. മൺമറഞ്ഞുപോയ തിരുനെല്ലൂർ കരുണാകരൻ, വേലാ രാമവർമ്മ, ഡോക്ടർ ഭാസി, കാമ്പിശ്ശേരി കരുണാകരൻ, പുനലൂർ രാജഗോപാലൻ നായർ, നെടിയാവൂർ രാമചന്ദ്രൻ, ഡോക്ടർ ഗോപാലകൃഷ്ണൻ തുടങ്ങി ഒരുപാട് ആളുകൾ. അതോടൊപ്പം തന്നെ വളരെ പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു. സഖാവ് അച്യുതനൻ അതിലെ പ്രധാനപ്പെട്ട ആളായിരുന്നു. ജില്ലാ സെക്രട്ടറി CV പൗലോസ്, ET ടൈസൺ മാസ്റ്റർ, K ശ്രീകുമാർ, നഫീസത്ത് BV, അനിൽ കിളിക്കുളങ്ങര, KC ശിവരാമൻ, മിനി ഷാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. പുതിയകാവ് ഇൽഫത്തുൽ ഇസ്ലാം മദ്രസയിൽ ഹജ്ജ് പഠന ക്ലാസ് സംഘടിപ്പിച്ചു. ഷറഫുദ്ദീൻ മൗലവി വെൺമേനാട് ക്ലാസിന് നേതൃത്വം നൽകി. അങ്ങോട്ട് മഹാനായ 39 ആളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. 39 ആളുകൾ രഹസ്യമായി ഇതിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് ഒരാൾ പുറത്തുനിന്ന് പെണ്ണൂരാത്ത സമയത്ത് ആരാണെന്ന് ആരാധന മാറ്റി പറഞ്ഞു.